फैसला जी हमें मंजूर है आपका ये फैसला कह रही है हर नजर बंदा परवर शुक्रिया हंस के अपनी जिंदगी में എന്തേ ദേഷ്യം വരുന്നുണ്ടോ? ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി പോവാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഈ സ്ട്രീറ്റിൽ വന്നവർക്ക് പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല. നിന്നെപ്പോലെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, തിരിച്ചു പോയവരുണ്ട്. പക്ഷെ ഒരു വേശ്യ വീട്ടുകാർക്ക് പോലും വേണ്ട. ആ അത് വിടും, നിന്നെ ആരെവിടെ കൊണ്ടെത്തിച്ച്? ഇഷാൻ അവനെ വിശ്വസിച്ചു പോയി ചേച്ചി. പ്രേമം തലക്ക് പിടിച്ച് കാണുമല്ലേ? എൻ്റെ ബോയ് ഫ്രണ്ടായിരുന്നു. അവനെ വിശ്വസിച്ചാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത്. ഇവിടെ എല്ലാവർക്കും ഇതേ കഥ തന്നെയാണ്. ഓരോ സ്വപ്നങ്ങൾ നമ്മളെ ഇവിടെ കൊണ്ടെത്തിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഇതൊരു ട്രാപ്പാണ് മോളെ. ഇവിടുന്ന് രക്ഷപ്പെടാം, പഴയതുപോലെ ജീവിക്കാൻ എന്നൊക്കെ തോന്നും. എല്ലാം വെറുതെയാണ്. ഇനി നീ ഇവിടുന്ന് എങ്ങോട്ട് പോയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും ഒരു വേശ്യെന്ന് മാത്രമേ സമൂഹം നിന്നെ വിളിക്കൂ. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാത്രമേ നിന്നെ കാണൂ. എനിക്കെൻ്റെ അച്ഛനും അമ്മയും കാണണം. ഈ മുറികൾക്കപ്പുറമുള്ള ലോകം നിനക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും ജീവിതം മടുത്തുവെന്ന് തോന്നിപ്പോവും. ഇതാണോ ജീവിതം? ശരിയാ, എന്ത് ജീവിതം? ഒരു വീടില്ല, കുടുംബമില്ല, സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാ രാത്രിയും ശരീരം വിറ്റ് ജീവിക്കും, അതും വിശപ്പടക്കാൻ വേണ്ടി. എന്നിട്ട് തെരുവിലിറങ്ങിയാലോ വേശ്യ എന്ന പേരും. ചേച്ചി എത്ര നാളായി ഇവിടെ? നിന്നെ പോലെ ഒരുത്തിനെ വിശ്വസിച്ച് വന്നതാ. 10 വർഷമാവാറായി. രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചതാ. പിന്നീട് മനസ്സിലായി, രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും നമ്മൾ തളർന്നു പോകുന്നല്ലാതെ. ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടുകാരെ മിസ് ചെയ്യാറില്ലേ? നിൽക്കുക. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പം ഇത് ഓർക്കും. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇത് ചേച്ചിയുടെയാണോ? ചേച്ചി ഡാൻസ് കളിക്കോ? അതൊക്കെ ഞാൻ എന്നേ കുഴിച്ചു മൂടി. ചേച്ചി കാണാൻ നല്ല ഭംഗിയാ. ഇവിടെ വരുന്ന എല്ലാവരും കാര്യം സാധിച്ചു പോകും. ഇതുവരെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതിന് അവർക്ക് ഭംഗി നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കാമം മാത്രമല്ലേ. എനിക്ക് സ്മെല്ല് സഹിക്കാൻ വയ്യ. എന്തിൻ്റെ സ്മെല്ല്? മുല്ലപ്പൂവിൻ്റെയോ, ലിപ്സ്റ്റിക്കിൻ്റെയോ, റോസാപ്പൂവിൻ്റെയോ, അത്തറിൻ്റെയോ, ഈ വേശ്യാലയത്തിൻ്റെയോ, അതോ രാത്രി കൂടെ കിടക്കുന്ന ആണിൻ്റെ വിയർപ്പിൻ്റെയോ? എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. നിനക്കല്ല, അവർക്ക് അവരോട് തന്നെ അറപ്പ് തോന്നേണ്ടത്. ആൾക്കാരെന്തോ അയിത്തുള്ള പോലെ നമ്മളോടൊക്കെ പെരുമാറുന്നത്. പക്ഷെ നോക്ക്, നമ്മൾ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യണം. ഈ പൂവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത് സുഗന്ധം പരത്തും. അതിപ്പോൾ അമ്പലത്തിലായാലും പള്ളിയിലായാലും ശ്മശാനത്തിലായാലും വേശ്യാലയത്തിലായാലും. ചേച്ചിക്ക് എങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ചിന്തിക്കാൻ പറ്റുന്നു? നീ ഇവിടെ പുതിയതല്ലേ, ഇതൊക്കെ നിനക്കും മനസ്സിലായിക്കോളൂ. ആലോചിച്ച് നോക്ക്, ഈ സൊസൈറ്റിയിൽ ഓരോരുത്തർ ഓരോ ജോലി ചെയ്യുന്നു. ഡോക്ടർ, എൻജിനീയർ, ബിസിനസ്, ഓരോരുത്തർ ഓരോന്ന് വിറ്റ് ജീവിക്കുന്നു. നമ്മളും നമ്മുടെ ശരീരം വിറ്റ് ജീവിക്കുന്നു. വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും നമ്മളും ചെയ്യുന്നില്ലേ ജോലി? എന്തുകൊണ്ട് അത് മാത്രം ഇമ്മോറൽ? ചേച്ചി ഒരു രാത്രി
വേറെ ഒരു രാത്രി നമ്മളൊന്ന് പുറത്തിറങ്ങില്ലെങ്കിൽ എത്രമാത്രം ശ്വാസം മുട്ടലായിരിക്കും ഇവനൊക്കെ. എത്ര റേപ്പ് നടക്കും എന്ന എല്ലാ രാത്രിയും ഓരോരുത്തന്മാരുടെ കൂടെ കിടക്കുന്ന നമ്മുടെ ശ്വാസം മുട്ടൽ ആരെയും കാണാറുണ്ടോ? ഇന്നലെ ഞാനൊരു ഓട്ടോ പിടിക്കാൻ നോക്കിയപ്പോൾ അയാൾ എന്നെ കയറ്റിയില്ല. ഓട്ടോയിൽ കയറ്റില്ല. രാത്രിയാകുമ്പോൾ അവനൊക്കെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരും. രാത്രി കൂടെ കിടക്കുന്നവരൊന്നും നമ്മൾ വേർതിരിക്കാറില്ല. ജാതി, മതം, പാവപ്പെട്ടവൻ, പണക്കാരൻ, കറുപ്പ്, വെളുപ്പ് ഒന്നും. എന്നിട്ട് നമ്മൾ മാത്രം സൊസൈറ്റിക്ക് പുറത്ത്. ഈ നാട്ടിൽ എവിടെയെങ്കിലും നമുക്ക് അംഗീകാരമുണ്ടോ? ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഓഫീസിൽ, സ്കൂളിൽ, സ്വന്തം വീട്ടിൽ, എവിടെയും പോണിടത്തോളം പോട്ടെ, അതുവരെ ഒരാളെയും പേടിക്കാനില്ല. ചേച്ചിക്ക് എങ്ങനെ ഇത്ര ധൈര്യം തോന്നുന്നു? നിന്റെ ഈ പേടിയുണ്ടല്ലോ, അത് നീ നിന്റെ ധൈര്യമാക്കി മാറ്റും. ചേച്ചിക്കൊരു കൂട്ട് വേണം തോന്നുന്നില്ലേ? ഒരു കുഞ്ഞ് വേണമെന്ന്. എന്നിട്ട് വേണം അതിനെ വേശ്യെന്ന് വിളിക്കാൻ. ചേച്ചി എപ്പോഴെങ്കിലും ചേച്ചിയുടെ കല്യാണ സ്വപ്നം കണ്ടിട്ടുണ്ടോ? हेलो, बहुत हुआ सजना सवरना, चलो काम धंधे पे लगो, कस्टमर इंतजार कर रहा है।